ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണയായി കാണാറുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചുമ്മാ കേട്ടിട്ട് പോകാതെ ഒരു പേപ്പറും പെന്നും എടുത്ത് കുറച്ച് സമയം അതിന് വേണ്ടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് എഴുതി നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഹൃദിസ്ഥമായിട്ടുള്ളത്, ഏതെല്ലാമാണ്. ഇതൊരു ബേസ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അത് നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, പഠിച്ചത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് ശരിക്കും മോക്ക് ടെസ്റ്റ് അല്ലേ. മോക്ക് ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാർക്ക് എത്രയോ ആയിക്കോട്ടെ, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ലോയുമായി ബന്ധപ്പെട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ റിലേറ്റഡും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വേണമെങ്കിൽ അംഗമാവാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ തുടർന്ന് വീഡിയോ കാണുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കൂടുതൽ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റഡ് ഫസ്റ്റ് ഇൻ. അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി സ്പെയിൻ. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റഡ് ഫസ്റ്റ് ഇൻ. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എവിടെയാണ് ആദ്യമായിട്ട് വന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം അല്ലേ. ആൻസർ മാർക്ക് ചെയ്ത് പോവാം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻസർ വരുന്നത് ഇംഗ്ലണ്ടാണ്. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഇംഗ്ലണ്ടാണ് കേട്ടോ. ഓപ്ഷൻ ബി ആയി ഇംഗ്ലണ്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡാഷ് കമ്മിറ്റി. ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണെന്നാണ് ചോദ്യം. ക്രാഫിക്കാർഡ് കമ്മിറ്റിയാണോ, കാർവേ കമ്മിറ്റിയാണോ, നിക്കോൾസൺ കമ്മിറ്റിയാണോ, ഗോർവാലയാണോ, AD ഗോർവാല കമ്മിറ്റിയാണോ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. കാർവേ കമ്മിറ്റിയാണ് കേട്ടോ. കാർവേ കമ്മിറ്റിയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിൻ്റെ സ്റ്റേജസുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഈസ് ഫോളോവഡ് ബൈ കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ കോർപ്പറേഷനിൽ ഏതാണ്? ഓപ്ഷൻ എ യൂണിറ്ററി സ്ട്രക്ചർ, ഓപ്ഷൻ ബി ഫെഡറൽ സ്ട്രക്ചർ, ഓപ്ഷൻ സി സെൻട്രലൈസ്ഡ്, ഓപ്ഷൻ ഡി ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ. ഏതാണ് ഉത്തരം? ഉത്തരം ബി ആണ് കേട്ടോ. ഫെഡറൽ സ്ട്രക്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി വിച്ച് സജസ്റ്റ് ക്രൈറ്റീരിയ ടു ഡിറ്റർമിൻ ദ ജെനുവിനെസ് ഓഫ് മെമ്പർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ്സ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി വിച്ച് സജസ്റ്റ് criteria to determine the genuineness of membership in cooperatives. Option A മാധവദാസ് കമ്മിറ്റി, ഓപ്ഷൻ ബി VL മെഹത്ത, ഓപ്ഷൻ ബി B ശിവരാമൻ, ഓപ്ഷൻ ഡി RN മിർത്ത. ആൻസർ ഏതാണ് വരിക? ഡി ആണ് കേട്ടോ. ഡി ആണ്. അപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വയ്ക്കുക. എന്നിട്ട് നന്നായി പഠിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ മിസ്സാക്കരുത്. എല്ലാം വൃത്തിക്ക് എഴുതി വെച്ചിട്ട് വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി വിച്ച് സജസ്റ്റ് ക്രൈറ്റീരിയ ടു ഡിറ്റർമിൻ ദ ജെനുവിനെസ് ഓഫ് മെമ്പർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ്സ് RN മിർത്ത കമ്മിറ്റി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സൺ? ഓപ്ഷൻ എ എഡ്വേർഡ് ലോ, ഓപ്ഷൻ ബി വൈകുണ്ഠ മേത്ത, ഓപ്ഷൻ സി ഫെഡറിക് നിക്കോൾസൺ, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ആരുമായാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ളത്? ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഫെഡറിക് നിക്കോൾസൺ ആണ് അല്ലേ. ഓപ്ഷൻ സി ഫെഡറിക് നിക്കോൾസൺ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ വാസ് റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി.
ഓപ്ഷൻ എ ഗോർവാല, ഓപ്ഷൻ ബി മക്ലഗൻ, ഓപ്ഷൻ സി മിൻറ്റോ മോർലി, ഓപ്ഷൻ ഡി മൊണ്ടേഗു ചെംസ്ഫോർഡ്. ആരാണ് വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ വാസ് റെക്കമെൻഡഡ് ബൈ? നമ്മുടെ ഫസ്റ്റ് കമ്മിറ്റിയായ മക്ലഗനാണ് വൺ മാൻ വൺ വോട്ട്, വൺ വില്ലേജ് വൺ കമ്മ്യൂണിറ്റി, അങ്ങനെ കുറേ തരത്തിലുള്ള കൊട്ടേഷൻസ് ഉണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കമ്മിറ്റിയാണത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഏതാണ്? 1904 ആണോ, 1901 ആണോ, 1884 ആണോ, 1879 ആണോ, ഏതാണ്? ആദ്യത്തെ ആക്ട് എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് അല്ലേ, 1904 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ട് വാസ് പാസ്ഡ് ബൈ. ആദ്യത്തെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ട് ഏതായിരുന്നു? ഓപ്ഷൻ എ ബോംബെ സ്റ്റേറ്റ്, ഓപ്ഷൻ ബി മദ്രാസ് സ്റ്റേറ്റ്, ഓപ്ഷൻ സി ബീഹാർ സ്റ്റേറ്റ്, ഓപ്ഷൻ ഡി ഒറീസ സ്റ്റേറ്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ബോംബെ സ്റ്റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മക്ലഗൻ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ഇൻ ദ ഇയർ. മക്ലഗൻ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്ത വർഷം ഏതാ? ഏത് വർഷത്തിലാണ് മക്ലഗൻ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത്? 1910, ഓപ്ഷൻ ബി 1911, ഓപ്ഷൻ സി 1912, ഓപ്ഷൻ ഡി 1914. ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1914 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോയൽ കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ബൈ. റോയൽ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തത് ആരാണ്? റോയൽ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത്? ഓപ്ഷൻ എ ഗവൺമെൻറ് ആണോ, ഓപ്ഷൻ ബി RBI ആണോ, ഓപ്ഷൻ സി SBI ആണോ, ഓപ്ഷൻ ഡി മദ്രാസ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ആണോ? ആരാണ്? അന്ന് ഗവൺമെൻറ് തന്നെയാണ്, പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്നാണ് കേട്ടോ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്തത്, ഗവൺമെൻറ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് അന്ന് റോയൽ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10% of profit transferred to charitable purpose deals in act at first. ആദ്യമായിട്ട് ഏത് ആക്റ്റിലാണ് ഈ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി 10% പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ ആക്ട് ഏതാണ് എന്നാണ് ചോദ്യം. 1904 ആക്റ്റാണെന്നാണ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി 1912 ആക്ട് എന്ന്, ഓപ്ഷൻ സി 1919, ഓപ്ഷൻ ഡി 1925. ഓപ്ഷൻ ബി ആണ് കേട്ടോ, 1912 ആക്റ്റിലാണ് അങ്ങനെ ഒരു ക്ലോസ് വെക്കുന്നത് കേട്ടോ, കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ്. NCDC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാ? 1963, 1962, 1975, 1974. ഏതാണ് NCDC? കണ്ണും പൂട്ടി എഴുതാം അല്ലേ, 1963 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി ഓൺ കൺസംഷൻ ക്രെഡിറ്റ്. 1976 കമ്മിറ്റി ഓൺ കൺസംഷൻ ക്രെഡിറ്റിൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഗാഡ്ഗിൽ, ഓപ്ഷൻ ബി ശിവരാമൻ, ഓപ്ഷൻ സി സരയ്യ, ഓപ്ഷൻ ഡി VL മെഹത്തയാണ്. VC മെഹത്ത അല്ല കേട്ടോ, സോറി, VL മെഹത്തയാണ്. ഓക്കെ, ഏതാണ് ഇവിടെ ഉത്തരം? 13 ഏതാ ഉത്തരം? കമ്മിറ്റി ഓൺ കൺസംഷൻ ക്രെഡിറ്റ് ഏതാ? ബി ശിവരാമനാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കമ്മിറ്റി റെസ്പോൺസിബിൾ ഫോർ ദ ഇവാലുവേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ഫാമിങ്ങിൻ്റെ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിളായ കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ ഗാഡ്ഗിൽ, ഓപ്ഷൻ ബി വെങ്കട്ടപ്പൈ, ഓപ്ഷൻ സി മിർത്ത, ഓപ്ഷൻ ഡി കാൽവർട്ട്. ഏതാണ് ആൻസർ? ഏതാണ്? ഗാഡ്ഗിലാണ് കേട്ടോ. ഏതാണ് ആൻസർ? ഗാഡ്ഗിലാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി റെസ്പോൺസിബിൾ ഫോർ ദ ഇവാലുവേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ്. ഓക്കെ, ഇനി എക്സ്പാൻഡ് NDDB അത് അറിയണതാണ് അല്ലേ. ഓപ്ഷൻ എ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്, ഓപ്ഷൻ ബി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബിസിനസ്, ഓപ്ഷൻ സി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബേസിസ്, ഓപ്ഷൻ ഡി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബെഞ്ച്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് തന്നെയാണ് അല്ലേ. ഓക്കെ, ഈ 16ാമത്തെ ചോദ്യം. ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ. എന്നാണ് എഫക്റ്റ് ആയത്? അത് പിന്നെ നമ്മൾ ഓപ്ഷൻസ് ഒന്നും വായിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം. 15/5/1969 നമ്മുടെ ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഡാഷ് ഈസ് ദ ലോ റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ കേരള സ്റ്റേറ്റ് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. കേരള സ്റ്റേറ്റിലെ ആക്ടിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പേരെന്താണ്? KCSA 1969 എന്നാണോ, KCSA 1970 ആണോ, KCSA 1914 ആണോ, KCSA 1913 ആണോ? നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്നാണ് നമ്മുടെ ആക്ടിൻ്റെ പേര് അല്ലേ. അടുത്തത് നെയിം ദ ഫസ്റ്റ് സൊസൈറ്റി ഓർഗനൈസ്ഡ് അണ്ടർ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അണ്ടറിലായിട്ട് രജിസ്റ്റർ ചെയ്ത ഫസ്റ്റ് സൊസൈറ്റി ഏതാണ്? കോട്ടയം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണോ, ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണോ, കൊല്ലം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണോ, ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരിക? ട്രിവാൻഡ്രമാണ് കേട്ടോ. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പം നമ്മളിവിടെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണല്ലോ. അപ്പോൾ ട്രാവൻകൂർ അല്ല, അതിൻ്റെ ഉൾട്ട ട്രിവാൻഡ്രമാണെന്ന് ആലോചിക്കുക. ട്രിവാൻഡ്രം ആവുമ്പോൾ ട്രാവൻകൂർ ആവുമ്പോൾ ഉത്തരത്തിൽ എന്ത് വരും? ട്രിവാൻഡ്രം എന്ന് വരും കേട്ടോ. അത് ആലോചിച്ചാൽ മതി. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആകുമ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. പിന്നെ പേരൊക്കെ മാറ്റുന്നുണ്ട് വീണ്ടും വീണ്ടും, അതാ പറഞ്ഞത്. അപ്പോൾ അത് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് പേഴ്സൺസ് ആർ റിക്വയർഡ് ഫോർ രജിസ്റ്ററിങ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ എത്ര ആൾക്കാരാണ് വേണ്ടത്? 25 അല്ലേ. നോട്ട് ലെസ് ദാൻ 25 എന്ന് പറയുന്നുണ്ട്. ഇവിടെ 25 എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 25 എന്ന് തൽക്കാലം പഠിക്കുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ ദ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ. രജിസ്ട്രാറെ നിയമിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ് ചോദ്യം. 3 സബ്സെക്ഷൻ 1 ആണോ, 3 സബ്സെക്ഷൻ 2 ആണോ, 3 സബ്സെക്ഷൻ 3 ആണോ, 3 സബ്സെക്ഷൻ 4 ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ രജിസ്ട്രാർമാരുമായി ബന്ധപ്പെട്ടത് 2 സെക്ഷൻസാണ് വരിക അല്ലേ. 3-ൽ 1 വരും, 3-ൽ 2 വരും. 3-ൽ 1 എന്താണ്? 3-ൽ 1 ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ എന്ന് പറയുന്നത് കേട്ടോ. അത് 3-ൽ 1. പക്ഷേ 3-ൽ 2 വരുന്നത് ഡെലിഗേഷനാണ്. ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഫങ്ഷണൽ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് എന്ത്? അവരുടെ അപ്പോയിൻമെൻ്റാണ് 3-ൽ 2 എന്ന് പറയുന്നത്. ഫങ്ഷണൽ രജിസ്ട്രാർ, അതായത് ഒറിജിനൽ രജിസ്ട്രാർ കുറച്ച് ചുമതലകൾ ആർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക? ഫങ്ഷണൽ രജിസ്ട്രാർക്ക് കൊടുക്കുക. ഗവൺമെൻറ് തന്നെയാണ് കൺഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അതുമായി ബന്ധപ്പെട്ടതാണ് 3 സബ്സെക്ഷൻ 2 വരുന്നത്. രണ്ടും രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സെക്ഷൻ 3 രജിസ്ട്രാറാണ്. ഓക്കെ. അപ്പോൾ 21ലേക്ക് കടന്നാൽ അക്കോർഡിംഗ് ടു റൂൾ ലൈസ് ഡൗൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി ഏത് റൂളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം വന്നത്. ഓപ്ഷൻ എ 14 ആണോ, 15 ആണോ, 13 ആണോ, 16 ആണോ? ഏതാണ്? 21B ആണ് കേട്ടോ. 15 ആണ്. അപ്പോൾ റൂൾ 15 ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഏതൊക്കെ ടയറുകളാണെന്നും എങ്ങനെയൊക്കെയാണ് അവയുടെ ഘടന എന്നും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് ക്ലാസ് എടുത്ത ഭാഗമാണത്. റൂൾ 15 നമ്മളൊരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ മിസ്സാക്കാതെ പഠിക്കണം കേട്ടോ. നല്ലപോലെ എളുപ്പത്തിൽ നമ്മൾ എഴുതി നോട്ട് എഴുതി പഠിക്കുക. അപ്പോൾ നമുക്ക് റൂൾ 50 കറക്റ്റ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. റൂൾ 16 and 20 ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ലൈസ് ഡൗൺ 2 പ്രൊസീജിയേഴ്സ് ഫോർ ഗെറ്റിംഗ്. എന്ത് ലഭിക്കാനുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് റൂൾ 16-ലും 20-ലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ഐഡൻറ്റിറ്റി കാർഡ്, ഓപ്ഷൻ ബി മെമ്പർഷിപ്പ്, ഓപ്ഷൻ സി രജിസ്ട്രേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ് ഉത്തരമായി വരിക? 22. റൂൾ 16-ഉം റൂൾ 20-യും ആരുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് പറയണത്? മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. എന്തുമായി ബന്ധപ്പെട്ടതാണ്? മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. റൂൾ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഓർ ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പാണ് പറയുന്നത്. കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പാണ് പറയുന്നത്. പിന്നെ റൂൾ 20 പറഞ്ഞത് പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് ടു അക്വയർ റൈറ്റ്സ് ഓഫ് എ മെമ്പർ. ഒരു മെമ്പർ ആവാൻ വേണ്ടിയിട്ട് മെമ്പറുടെ റൈറ്റ്സ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പേയ്മെൻറ്റുകളാണ് നടത്തേണ്ടത്, അതാണ് റൂൾ 20-ൽ പറഞ്ഞത്. രണ്ടും എന്താണ്? മെമ്പർഷിപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ച് വിവരിക്കുന്നതാണ്. റൂൾ 20 പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് ടു അക്വയർ റൈറ്റ്സ് ഓഫ് എ മെമ്പർ. റൂൾ 16 കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ്. ഇത് രണ്ടുമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 18 ഓഫ് ദ ആക്ട് എ സൊസൈറ്റി ക്യാൻ അഡ്മിറ്റ് ഇൻഡിവിജ്വൽസ് ആസ് എ. സെക്ഷൻ 18-ൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്ന മെമ്പർ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ നോമിനൽ മെമ്പർ, ഓപ്ഷൻ ബി ആക്റ്റീവ് മെമ്പർ, ഓപ്ഷൻ സി സ്ലീപ്പിംഗ് മെമ്പർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്.
സെക്ഷൻ 18 എന്താണ്? നോമിനൽ മെമ്പറാണ് അല്ലേ? സെക്ഷൻ 18 ആരാണ്? നോമിനൽ മെമ്പറാണ്, നാമമാത്രമായ മെമ്പർ എന്നൊക്കെ പറയില്ലേ. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഗോൾഡ് പണയം വെക്കാനൊക്കെ പോയാൽ നമ്മളെ നോമിനൽ മെമ്പറായിട്ട് വെക്കും അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷോൾ പേ ഓഡിറ്റ് ഫീസ് ടു ഗവൺമെൻറ് വിത്തിൻ ഡാഷ് ഓഫ് ദ റെസിപ്റ്റ് ഓഫ് ആനുവൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ആനുവൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി എത്ര നാൾക്കകമാണ് ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ടതെന്നാണ് കേട്ടോ. ഓക്കെ, 24 ആണ്. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഓപ്ഷൻ എ 2 months, ഓപ്ഷൻ ബി 6 months, ഓപ്ഷൻ സി 3 months, ഓപ്ഷൻ ഡി 1 month. ഇതാണ് 1 month ആണ് കേട്ടോ. ഒരു മാസത്തിനകം എന്തടയ്ക്കണം? ഓഡിറ്റ് ഫീസ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് കൺസിഡേർഡ് ദ സുപ്രീം അതോറിറ്റി ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ സുപ്രീം അതോറിറ്റി ആരാണ്? ഓപ്ഷൻ എ കമ്മിറ്റി, ഓപ്ഷൻ ബി മാനേജിങ് കമ്മിറ്റി. ഇവിടെ മാനിങ് അല്ല കേട്ടോ, സോറി, മാനേജിങ് ആണ്. ഓപ്ഷൻ സി അഡ്ഹോക് കമ്മിറ്റി, ഓപ്ഷൻ ഡി ജനറൽ ബോഡി. ഏതാണ്? ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് എ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ബോഡിയാണ് കേട്ടോ. ജനറൽ ബോഡിയാണ് സുപ്രീം അതോറിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഡിറ്റർമിനേഷൻ ഓഫ് ഡിസ്പ്യൂട്ട് ബൈ ദ ഡിസിഷൻ ഓഫ് 1 or more persons ഈസ് കാൾഡ്. ഡിസ്പ്യൂട്ട് ഡിസൈഡ് 1 or more persons, അതിനെ എന്ത് പേരിൽ അറിയപ്പെടും? ആർബിട്രേഷൻ ആണോ, ഓഡിറ്റ് ആണോ, സർചാർജ് ആണോ, നൺ ഓഫ് ദിസ് ആണ്? എന്താണ്? ആർബിട്രേഷൻ ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ് 27 ആണ്. ദ എലക്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഷാൾ ബി കണ്ടക്റ്റഡ് അക്കോർഡിംഗ് ടു ദ റൂൾ. ഏത് റൂള് പ്രകാരമാണ് എലക്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് കമ്മിറ്റി ചെയ്യുന്നത്? കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ എലക്ഷനുമായി ബന്ധപ്പെട്ട റൂൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 35A, ഓപ്ഷൻ ബി 34, ഓപ്ഷൻ സി 33, ഓപ്ഷൻ ഡി 32. ഏതാണ് കമ്മിറ്റി എലക്ഷൻ? മെമ്പേഴ്സിൻ്റെ കമ്മിറ്റി എലക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സൊക്കെ പറയുന്ന റൂൾ ഏതാണ്? എ ആണ് കേട്ടോ. 35A 35 ഉണ്ടായിരുന്നു, 35 ഒമിറ്റ് ചെയ്ത് പോയി. 35A അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണത് കേട്ടോ. അടുത്തത് വരുന്നത് സെക്ഷൻ 65 ഡീൽസ് വിത്ത്. 65 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 65 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻക്വയറി ആണോ, ഓഡിറ്റ് ആണോ, എലക്ഷൻ ആണോ, അപ്പോയിൻമെൻ്റ് ആണോ? ഏതുമായി ബന്ധപ്പെട്ടതാണ്? 65 എൻക്വയറി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൂൾ 69 സ്പെസിഫൈസ് ദ ഡാഷ് പ്രൊസീജിയർ. റൂൾ 69 എന്ത് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് പറയണത്? എന്ത് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് പറയണത് റൂൾ 69? ലിക്വിഡേഷൻ ആണ്. ലിക്വിഡേറ്റർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയണത് കേട്ടോ. പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് ലിക്വിഡേറ്റർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, ലിക്വിഡേഷനിൽ ലിക്വിഡേറ്റർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് റൂൾ 69 പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എ കോർട്ട് ഡയറക്റ്റിംഗ് എ പേഴ്സൺ ടു അപ്പിയർ ബിഫോർ കോർട്ട്. ഒരു കോർട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് കോർട്ട് നമുക്ക് അയക്കുന്ന അത് എന്താണ് സംഭവം? ഡിക്രി ആണോ, അവാർഡാണോ, സമൺസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരിക? സമൺസ് ആണല്ലേ. സമൺസ് അയച്ചിട്ടാണ് നമ്മളെ വിളിപ്പിക്കുക കോടതി. അതിന് പറയുന്ന പേര് സമൺസ് എന്നാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ഫയലിംഗ് എ പെറ്റീഷൻ ബൈ ദ അഗ്രീവ്ഡ് പാർട്ടി ബിഫോർ എ ഹയർ അതോറിറ്റി. ഒരു അഗ്രീവ്ഡ് പാർട്ടി, ഒരു ബാധിക്കപ്പെട്ട പാർട്ടി ഒരു ഹയർ അതോറിറ്റിക്ക് മുൻപാകെ സമർപ്പിക്കുന്ന പെറ്റീഷന് പറയുന്ന പേരെന്താണ്? 31ാമത്തെ ക്വസ്റ്റ്യനാണ്. ഡിക്രി ആണോ, ഓർഡർ ആണോ, അപ്പീലാണോ, അതോ ഇവയിലൊന്നുമല്ലേ? ഏതാണ്? ഏതാ വരിക? അപ്പീലാണ് അല്ലേ. അപ്പീലല്ലേ അതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയണത് ദ ഏരിയ ഓഫ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ്. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഏരിയ ഏതാണ്? ഓൾ ഇന്ത്യ ആണോ, കേരള ആണോ, ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ആണോ, റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണോ? സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണ്? പ്രവർത്തന പരിധി റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, സെക്ഷൻ ഡാഷ് പ്രൊവൈഡ്സ് ദാറ്റ് എ സൊസൈറ്റി ആർ എക്സംപ്റ്റഡ് ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി. സൊസൈറ്റികൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നൊക്കെ ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സെക്ഷൻ ഡാഷ് പ്രൊവൈഡ്സ് ദാറ്റ് എ സൊസൈറ്റി ആർ എക്സംപ്റ്റഡ് ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി. 36 ആണോ, 38 ആണോ, 40 ആണോ, 41 ആണോ? ഏതാണ്? 33ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 33ാമത്തെ ക്വസ്റ്റ്യൻ 33 സി ആണ് കേട്ടോ. 40 ആണേ. ഓക്കെ, സെക്ഷൻ 40 ആണ്. 33 40 കേട്ടോ.
സൊസൈറ്റി ആർ എക്സംപ്റ്റഡ് ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി. പിന്നെ 41 കുറച്ച് എക്സെപ്ഷൻസിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയണത് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡാഷ് ബോഡി ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ സ്റ്റേറ്റ്. ഓക്കെ, ഏതാണ്? ജനറൽ ആണോ, മാനേജിങ് ആണോ, നോൺ ഒഫീഷ്യൽ ആണോ, ഒഫീഷ്യൽ ആണോ? ഏതാണ്? നോൺ ഒഫീഷ്യൽ ബോഡിയാണ് കേട്ടോ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റഡ് ബൈ ട്രാൻസ്പോർട്ട് സൊസൈറ്റി. ട്രാൻസ്പോർട്ട് സൊസൈറ്റി ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ഒരു ബേസിലാണ് ഓഡിറ്റ് ഫീ അവരുടെ കാൽക്കുലേറ്റ് ചെയ്യാന്ന്? ഓപ്ഷൻ എ ഹയർ ചാർജസ് കളക്റ്റഡ്, ഓപ്ഷൻ ബി സെയിൽസ്, ഓപ്ഷൻ സി ടോട്ടൽ ഇൻകം, ഓപ്ഷൻ ഡി വർക്കിംഗ് ക്യാപിറ്റൽ. ആ ഭാഗം നോക്കണം. ആ ഭാഗമൊക്കെ നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് കേട്ടോ. ഓഡിറ്റിംഗ് എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓഡിറ്റിങ്ങിലെ പല പോയിൻറ്റ്സുകളും കടന്നു വരാറുണ്ട്. 2 or 3 ചോദ്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് കാണാം. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് സൊസൈറ്റി ഹയർ ചാർജസ് ആണ് കളക്ട് ചെയ്യുന്നത്, ഹയർ ചാർജസ് ബേസ്ഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സെക്രട്ടറി ഓഫ് എ സൊസൈറ്റി മേ ബി. ഒരു സൊസൈറ്റിയുടെ സെക്രട്ടറി എങ്ങനത്തെ സ്റ്റാഫാണ്? പെയ്ഡ് ഓർ ഹോണററി ആണോ, പെയ്ഡ് ആണോ, വെറും ഹോണററി ആണോ, നൺ ഓഫ് ദിസ് ആണോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. പെയ്ഡ് ഓർ ഹോണററി ആണ് അല്ലേ. സെക്രട്ടറി പെയ്ഡും അല്ലെങ്കിൽ ഹോണററി സ്റ്റാഫ് ആവാം, അല്ലെങ്കിൽ പെയ്ഡ് സ്റ്റാഫ് ആവാം. ഇനി അടുത്തത് പറയുന്നത് ആസ് പെർ സെക്ഷൻ ഡാഷ് എവറി മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ എക്സസൈസ് ദ വോട്ട് ഇൻ പേഴ്സൺ. വ്യക്തിപരമായ, ഇവിടെ പ്രോക്സീനെ അലൗ ചെയ്യില്ല, പ്രോക്സി ഈസ് നോട്ട് അലൗഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? വോട്ട് ഇൻ പേഴ്സൺ എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ് പ്രസ്താവിക്കുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഏതിലാണ്? സെക്ഷൻ 22 ആണോ, 21 ആണോ, 23 ആണോ, 24 ആണോ? സെക്ഷൻ 21 ആണ് കേട്ടോ. സെക്ഷൻ 21 വോട്ട് ഇൻ പേഴ്സൺ എന്ന് പ്രത്യേകം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓപ്ഷൻ എ ഇൻറ്റേർണൽ, ഓപ്ഷൻ ബി ഫൈനൽ, ഓപ്ഷൻ സി കമ്പനി, ഓപ്ഷൻ ഡി സ്റ്റാറ്റ്യൂട്ടറി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് എങ്ങനെയാണ്? സ്റ്റാറ്റ്യൂട്ടറി തന്നെയാണ് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡൺ ആസ് പെർ റൂൾ. ഏത് റൂൾ പ്രകാരമാണ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റൂൾ വരുന്നുണ്ട്? അത് ഏത് റൂളാണ്? 62 ആണോ, 64 ആണോ, 80 ആണോ, 32 ആണോ? ഏത് റൂളാണ് അങ്ങനെ വരുന്നത്? 64 അല്ലേ. ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് റൂളിലാണ് കിടക്കുന്നത്. മറ്റേ 63 വരുന്നത് നമ്മുടെ DCAനെ സംബന്ധിച്ച്. പിന്നെ സെക്ഷൻ 63 സെക്ഷൻ 64 DCAയുടെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട തന്നെയാണ്, പക്ഷേ അവിടെ DCAയുടെ അപ്പോയിൻമെൻറ്റും പിന്നെ DCAയുടെ ക്വാളിഫിക്കേഷൻസും പവേഴ്സും എല്ലാമാണ് പറയുന്നത്. 63 64 ഒക്കെ പറയണത് കേട്ടോ. റൂളിലാണ് കറക്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഇനി 40, ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഓഡിറ്റ് പ്രോഗ്രാം, ഓപ്ഷൻ ബി ഓഡിറ്റ് നോട്ട്, ഓപ്ഷൻ സി ഓഡിറ്റ് പ്രൊസീജിയർ, ഓപ്ഷൻ ഡി ഓഡിറ്റിംഗ്. ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞത്? ഓഡിറ്റ് പ്രോഗ്രാമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വിൽ ബി ദ ചീഫ് ഓഫ് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് പെർ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ്? പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആരാണ് ചീഫ് ഓഡിറ്റ്? DCA തന്നെയാണ് അല്ലേ, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അദ്ദേഹമാണ് ഓഡിറ്റിങ്ങിൻ്റെ ആൾ, ഓഡിറ്റിങ്ങിൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് എസൻസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിങ്ങിൻ്റെ എസൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ വൗച്ചിങ്, ഓപ്ഷൻ ബി ഇൻറ്ററിം ഓഡിറ്റ്, ഓപ്ഷൻ സി വൗച്ചർ, ഓപ്ഷൻ ഡി ഫ്രോഡ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൗച്ചിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. വൗച്ചിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ എസൻസ് ഓഫ് ഓഡിറ്റിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 43ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ക്വാറം ഓഫ് മാനേജിങ് കമ്മിറ്റി ഈസ് ജസ്റ്റ് അബൌട്ട് 50% ആൻഡ് ഇറ്റ് ഈസ് ഡിവൈൻഡ് ഇൻ സെക്ഷൻ. ഏത് സെക്ഷനിലാണ് ക്വാറം ജസ്റ്റ് അബവ് 50% ആണെന്ന് പറയുന്നത്? മാനേജിങ് കമ്മിറ്റിയുടെ ക്വാറം ജസ്റ്റ് അബവ് 50% ആണെന്ന് പറയുന്ന സെക്ഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏത് ക്വസ്റ്റ്യനാണ്? 28 സബ്സെക്ഷൻ 1 ആണോ, 28 സബ്സെക്ഷൻ 4, 28 സബ്സെക്ഷൻ 5, 32? ഏതാണ്? 28 സംഭവം. 28 സബ്സെക്ഷനിൽ 5 പറയണത് കേട്ടോ. 5 ഇത് മെൻഷൻ ചെയ്യണത്. ഓക്കെ, എന്ത് മെൻഷൻ ചെയ്യണം? ക്വാറം ഓഫ് മാനേജിങ് കമ്മിറ്റി ഈസ് ജസ്റ്റ് അബവ് 50% കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44ാമത്തെ ചോദ്യമാണ്. 44ാമത്തെ ചോദ്യം, മാക്സിമം ഷെയർസ് ഹെൽഡ് ബൈ എ മെമ്പർ
ഷോൾ നോട്ട് എക്സീഡ്, കൂടാൻ പാടില്ല. അത് അറിയണത് തന്നെയാണ്. 1/5 ഓഫ് ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ, ₹5,000, 1/4 ഓഫ് ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ, 1/5 ഓഫ് ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓർ ₹5,000 വിച്ച് എവർ ഈസ് ലെസ്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? 1/5 ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? SCUവിൻ്റെ സെക്ഷൻ ഏതാ? SCU 86 ആണോ, 87 ആണോ, 88 ആണോ, 89 ആണോ? സെക്ഷൻ 89 കേട്ടോ. സെക്ഷൻ 89 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, അതാണ് SCU. ഇത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ സെക്ഷൻ ഏതാണ്? ഏത് സെക്ഷൻ പ്രകാരമാണ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ട്. സർവീസ് എക്സാമിനേഷൻ ബോർഡ് അതിൽ തന്നെ ഉണ്ട് എന്ത് സെക്ഷൻ കിടക്കുന്നുണ്ട്. ഓക്കെ. 46ാമത്തെ ക്വസ്റ്റ്യൻ പറയണത് സെക്ഷൻ 80 ആണോ, 80A ആണോ, 80B ആണോ, 80C ആണോ? ബോർഡാണ്. ബോർഡാകുമ്പോൾ 80B കേട്ടോ. ഓക്കെ. സർവീസ് എക്സാമിനേഷൻ ബോർഡ് 80B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മെമ്പർ അഡ്മിറ്റഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എലക്ഷൻ ഷോൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു വോട്ട്. അതായത് എലക്ഷൻ്റെ എത്ര ദിവസത്തിന് മുമ്പേ എടുക്കുന്ന ആൾക്കാർക്കാണ് വോട്ടില്ല എന്ന് പറയുന്നത്. നോ റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് എത്ര ദിവസം മുമ്പേ എടുക്കുന്ന ആൾക്കാർക്കാണ്? 15, 30, 45, 60. ഏതാണ്? 60 ഡേയ്സ് അല്ലേ? നമ്പർ ഓഫ് സീറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സീറ്റ്സ് റിസർവ്ഡ് ഫോർ വുമൺ ഇൻ ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി. സ്ത്രീകൾക്കുള്ള സംവരണ സീറ്റ് എത്രയാണ്? 7 ആണോ, 5 ആണോ, 3 ആണോ, 8 ആണോ? കിട്ടിക്കാണോ അല്ലേ? ഏതാ? 3. ഓക്കെ. 49, എവറി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി മെയ്ഡ് ഇൻ ഫോം നമ്പർ. എവറി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. ഏതാ ഫോം നമ്പർ? നമ്മുടെ ആദ്യത്തെ ഫോം നമ്പർ തന്നെ, ഫോം നമ്പർ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ സെക്ഷൻ 27 ഓഫ് KCS ആക്ട് ഈസ് ദ ഫൈനൽ അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫൈനൽ അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരാണ്? സെക്ഷൻ 27 പറയണ ഫൈനൽ അതോറിറ്റി രജിസ്ട്രാർ ആണോ, പ്രസിഡൻ്റ് ആണോ, ജനറൽ ബോഡി ആണോ, ചീഫ് എക്സിക്യൂട്ടീവ് ആണോ? ഓപ്ഷൻ C ആണ് കേട്ടോ, ജനറൽ ബോഡിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇന്ന് ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങളത് ചെയ്ത് നോക്കുക, എന്നിട്ട് മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എളുപ്പമുള്ളതാണെങ്കിലും ടഫ് ആയതാണെങ്കിലും ചിലപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവും. അപ്പോൾ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത് എഴുതി വയ്ക്കുക. എന്നിട്ട് അത് എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഏത് മോക്ക് ടെസ്റ്റ് കണ്ടാലും നിങ്ങളത് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അതിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടുന്നതാവും, ചിലപ്പോൾ കിട്ടാത്തതാവും. ഇതൊക്കെ സിമ്പിൾ സംഭവം തന്നെയാണ്. പക്ഷേ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മോക്ക് ടെസ്റ്റ് ഇടും. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയക്കണേ. പിന്നെ ലൈക്ക് ചെയ്യണേ, വീഡിയോ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ എഫേർട്ടിനാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ എഫേർട്ട് വാല്യുബിളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. തുടർന്ന് നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് എന്തായാലും ഈ ചാനലിൽ നിന്ന് ലഭിക്കുമെന്ന് ഉറപ്പാണ്. നമ്മൾ അത്രയും നന്നായിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാവണമെങ്കിൽ ടെലഗ്രാം ചാനലുണ്ട്, താഴെ ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ വീക്ക്ലി ആയിട്ടും ഡെയിലി ആയിട്ടുള്ള ടോപ്പിക്സ് ഇടുന്നുണ്ട്. അപ്പോൾ വീക്ക്ലി ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കൂടെ പഠിച്ച് പോരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു.